ഹായ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. എനിക്കൊരു KFC വാങ്ങി തരുന്നു. കഷ്ടപ്പെട്ട് ഇത്ര ദിവസം ദോപ്പൊക്കെ നോക്കിയതല്ലേ. ഓക്കെ, വി വിൽ ഓർഡർ ഫ്രം ഹിയർ. ഇവിടുന്ന് യെസ്, സ്റ്റാർട്ട് ഓർഡറിങ്. യെസ്, വി ആർ ഗോയിങ് ടു ഓർഡർ. ബക്കറ്റാ മൈ ഫേവറേറ്റ്. എനിക്ക് ബർഗർ ഡൈനാമിറ്റ് ക്രഞ്ചർ സ്പൈസി ഇല്ല, സ്പൈസി ക്രഞ്ചർ ബോക്സ് നോക്കി കേട്ടോ, എനിക്കത് വേണ്ട. പിക് ബർഗർ എപ്പിക് ഡൈനാമിറ്റ് സ്പൈസി ആട്ടുകാർ ദെൻ ഫ്രൈസ് നോ റോസ്റ്റഡ് ദിസ് വൺ മീഡിയം ആട്ടുകാർ മയോണൈസ് ഓൾസോ ഓക്കെ. ആട്ടുകാർ ചൂസ് ആഡ് ഓൺ sides mayonnaise. Which mayonnaise है? garlic? Okay view cart no need. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ KFCയും ഹെൽത്തിന് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. KFC ഒരുപാട് നാടുകളിലൂടെ കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ നൈറ്റ് ഡ്രൈവിന് പോകാമെന്നൊരു തീരുമാനമായിട്ട് ഇങ്ങനെ റിയാദിൻ്റെ നഗരപാതകളിലൂടെ ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ സൗദിയിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എന്തിനാണ് സൗദിയിലേക്ക് പോകുന്നത്, അവിടെ എന്തുണ്ടായിട്ടാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പം, നമ്മൾ സെറ്റിൽ ആവാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകളും എല്ലാം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടതായി. ഇപ്പോൾ ഒരു റിയാദ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി. പക്ഷേ സൗദി അറേബ്യയിലെ എല്ലാ സ്ഥലവും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അതിനെ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾ ഇവിടെ നമ്മുടെ ലൈഫ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിഷൻ 2030 ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം കുറഞ്ഞു, കൺട്രീസ് എല്ലാം ഓപ്പൺ ആവുന്നു. ഇനി ഒളിമ്പിക്സ് വരാൻ പോകുന്നു, നെക്സ്റ്റ് വേൾഡ് കപ്പ് വരാൻ പോകുന്നു. അങ്ങനെ ഒത്തിരി എക്സൈറ്റഡ് തിങ്സ് നമ്മൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സോ റീസെൻ്റായിട്ട് മെട്രോ ഓപ്പണായി. അതിനുശേഷം ഞങ്ങൾ മെട്രോയിൽ റീൽസൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സെൻട്രൽ റിയാദിലൂടെ രാത്രി ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞാനും ഹസ്ബൻഡും കൂടെ ഒരു ഡ്രൈവിനിറങ്ങി. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും റിയാദിലേക്ക് എപ്പോഴെങ്കിലും വരാൻ ഒരവസരം കിട്ടുവാണെങ്കിൽ റിയാദിൻ്റെ സൗന്ദര്യം എല്ലാം ആസ്വദിക്കണം. പ്രത്യേകിച്ച് രാത്രി സമയത്ത് കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം കൂടി വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു 9:30 10 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശാന്തമായൊരു അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലൈറ്റിൻ്റെ ഇടയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.